ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു നെയിം റിവീലിംഗ് ബോർഡാണ്. ഇത് കസ്റ്റമർ എനിക്കൊരു മോഡൽ അയച്ചു തന്നിട്ട് ഏകദേശം ഇതേ മോഡൽ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഈ ഒരു ടൈപ്പ് ചെയ്തിട്ടില്ല. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ആർട്ട് ഷേപ്പിലൊക്കെ വരുന്നത് കുറച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ്. ഫസ്റ്റ് തന്നെ അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. 2mm ഫോം ബോർഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 39.5 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന 2 പീസസും, അതേപോലെ തന്നെ 61 സെൻറ്റിമീറ്റർ ലെങ്ത്തും 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന 2 പീസസാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. 62 സെൻറ്റിമീറ്റർ ലെങ്ത്തും 40 സെൻറ്റിമീറ്റർ വിഡ്ത്തും വരുന്ന 2 ഫോം ബോർഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ 4 സൈഡും നേരത്തെ കട്ട് ചെയ്ത പീസസ് വെച്ചിട്ട് നന്നായി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കയ്യിലൊന്നും ആവാതെ മാക്സിമം ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ. അത് സ്റ്റിക്ക് ചെയ്തതിനു ശേഷം എല്ലാ സൈഡും ഒന്നുകൂടി നന്നായി ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഇതേപോലെ ചെരിച്ച് പിടിച്ചിട്ടൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അതേ സെയിം സൈസ് വരുന്ന മറ്റേ ബോർഡ് എടുക്കുക. ഇതിലെ പ്രിൻ്റ് ഞാൻ ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ട് ബേബിയുടെ നെയിമും ഫോട്ടോ ഒക്കെ A3 സൈസ് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോർഡേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്യണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. ഈ ബോർഡ് വരുന്നത് A3 സൈസിനേക്കാൾ കുറച്ചുകൂടെ വലിയ സൈസിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് മെഷർമെൻറ്റ് കൊടുക്കുക. ഈ സൈഡ് 15 സെൻറ്റിമീറ്ററും പിന്നെയുള്ള 3 സൈഡ് 6 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്ത പോർഷനിൽ പ്രിൻ്റ് വെച്ചിട്ട് സൈസൊക്കെ ഓക്കെ അല്ലേന്നൊന്ന് ചെക്ക് ചെയ്യുക. ശേഷം ആ കട്ട് ചെയ്ത ഫോം ബോർഡ് എടുക്കുക. അതിൻ്റെ ലെങ്ത് വരുന്ന ഭാഗത്ത് നിന്ന് 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ വേറൊരു പീസും കട്ട് ചെയ്തെടുക്കുക. അതിനെ 12 സെൻറ്റിമീറ്റർ വരുന്ന ഒരു പീസും 15 സെൻറ്റിമീറ്റർ വരുന്ന ഒരു പീസും ആക്കിയെടുക്കുക. ഈ വലിയ പീസ് വെച്ചിട്ട് ഏകദേശം എവിടെയാണ് വേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഫ്ലെക്സ് ക്വിക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ബോക്സിൻ്റെ 2 സൈഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. മറ്റേ ആ വലിയ പീസ് അതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. സോ ഇതിൽ കാണുന്ന പോലെ അതിൻ്റെ ഒരു സൈഡിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ നമ്മൾ തെർമോകോൾ ബോൾസ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. അത് താഴെ പോവാതിരിക്കാനാണ് ഈ ഒരു പീസ് അവിടെ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പീസ് ബോർഡ് എടുത്തിട്ട് അതിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സൈഡും നല്ല ടൈറ്റിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. മറ്റേ പീസ് ബോർഡ് എടുത്തിട്ട് അതിൽ പ്രിൻ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഫെവിക്കോളോ അല്ലെങ്കിൽ ടാക്കി ടാപ്പൊക്കെ യൂസ് ചെയ്യാം. ശേഷം തെർമോകോൾ ബോൾസ് അതിൽ ഫിൽ ചെയ്യാം. 2 പാക്കറ്റ് തെർമോകോൾ ബോൾസാണ് ഞാൻ
ചെയ്തിട്ടുള്ളത്. അത് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഫ്രണ്ടിൽ വരുന്ന ബോർഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം മനസ്സിലായത് തെർമോക്കോൾ ബോൾസ് ഫുള്ളായിട്ട് താഴോട്ടേക്ക് പോകാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. സോ ഞാൻ സൈഡിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൾ മീ എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. ലാസ്റ്റ് വീഡിയോ മിസ്സായിപ്പോയി. കസ്റ്റമർ അയച്ചു തന്ന ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.